ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയാണ്. നമ്മളതിലെ 3ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ യൂണിറ്റ് നടന്ന് പിന്നെ പറന്നുള്ള 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ 2 ചാപ്റ്ററിന്റെ ഫുൾ ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ണിയുടെ വിമാനയാത്ര എന്നുള്ള നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിന്റെ ഒരു കവിതയാണ്. ആ കവിതയുടെ ആശയവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ഉണ്ണിയുടെ വിമാനയാത്ര എന്നുള്ള 3ാമത്തെ ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഈ പാഠത്തിലെ ഇതൊരു കവിതയാണ്. കവിതയുടെ ആശയം നമുക്ക് അറിഞ്ഞിരിക്കണം. കവിത നിങ്ങൾക്ക് ആദ്യം തന്നെ കവിത നന്നായി ഒന്ന് വായിച്ചു നോക്കുക. കവിതയുടെ ആശയം മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ കവിതയുടെ ആശയത്തിന്റെ ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ചോദ്യോത്തരങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പാഠം മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ചോദ്യങ്ങളിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഈണം കണ്ടെത്താമാണ്. എല്ലാവരും ചേർന്ന് കവിതയ്ക്ക് ഈണം കണ്ടെത്തി ചൊല്ലുമല്ലോ. കവിത നല്ലൊരു ഈണം ഇട്ട് കൊടുത്ത് നല്ല ടോണിൽ എന്ത് ചെയ്യുക, നല്ല ടോണിൽ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാവനയിൽ കാണാം. ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകളാണ് ചോദിക്കുന്നത്. കുറച്ചു മുമ്പ് വ്യക്തമായ കണ്ട നിരത്തുകൾ എല്ലാം മങ്ങി വരുന്നതായി ഉണ്ണിക്ക് തോന്നി. വലിയ മരങ്ങൾക്ക് മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്. കാറുകളെല്ലാം നിശബ്ദമായി ഓടുന്നതായി തോന്നി. വിമാനത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ. കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്ന തിണ്ണ പോലെയാണ് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണിക്ക് തോന്നുന്നത്. താഴെ നിൽക്കുന്നത് അതേ ചോദ്യത്തിന്റെ അടുത്ത ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. താഴെ നിൽക്കുന്ന കുട്ടി മേലെ പോകുന്ന വിമാനത്തെ നോക്കി പറയുന്നത് എന്തെല്ലാം? അത് എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക? താഴെ നിൽക്കുന്ന കുട്ടി മേലേക്ക് നോക്കുന്ന വിമാനത്തെ നോക്കി എന്തൊക്കെ പറയുന്നുണ്ടാവാം? അതാ നോക്കൂ, വിമാനം പറന്നു പോകുന്നു. കൂട്ടുകാരെ ഓടിവാ, എത്ര വേഗത്തിലാണ് അത് പറന്നു പോകുന്നത്. ഇത്ര ചെറിയ വിമാനത്തിലാണോ ആളുകൾ കയറുന്നത്? അങ്ങ് അകലെ ആയതുകൊണ്ട് ചെറുതായി തോന്നുന്നതാവാം. വിമാനം പോകുന്ന വഴിയിൽ വെളുത്തു കാണുന്നത് പുകയാണ്. മഞ്ഞുപോലെ തോന്നുന്നു. നല്ല രസമുള്ള കാഴ്ച. അടുത്തത്, ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഉറ്റുനോക്കുമ്പോൾ അവന് തോന്നുന്നത് എന്തെല്ലാമായിരിക്കും? പറഞ്ഞു നോക്കൂ. കൂട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷം എഴുതാം. നക്ഷത്രങ്ങളെല്ലാം കാണാൻ എന്തു രസമാണ്. എത്ര അടുത്താണവ. താഴെ നിന്ന് നോക്കുന്നതിനേക്കാൾ വലിപ്പമുണ്ടതിന്. പ്രകാശം കൂടുതലാണെന്ന് തോന്നുന്നു. നക്ഷത്രങ്ങൾ എന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നക്ഷത്രങ്ങൾ എന്നെ നോക്കി സംസാരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉണ്ണിക്കുതൂഹലം. ഒന്നുമില്ലല്ലോ, ചിറകൊന്നൊലിയല്ല, തുണ്ണിക്കും തോന്നുന്നു പാടാൻ. ഏറെ സന്തോഷമുള്ളപ്പോൾ നാം പാടും, ആർത്തു വിളിക്കും. ഉണ്ണിയെ പോലെ സന്തോഷത്തോടെ പാടിയ ആർത്തു വിളിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ? ക്ലാസ്സിൽ പങ്കുവയ്ക്കും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് സന്തോഷമാകുന്ന സമയത്താണല്ലേ പാടും, അതുപോലെ ഉറക്കെ ആർത്ത് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ ചോദിക്കുന്നത്. അതെന്ത് ചെയ്യുക, അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. എനിക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു ദിവസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്കൂൾ കലോത്സവം നടക്കുന്ന ഒരു ദിവസം ഞാൻ ആദ്യമായിട്ടാണ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. എൻ്റെ ഇനം നൃത്തമായിരുന്നു. എന്നാൽ എനിക്ക് ഏറ്റവും വേണ്ട അത്ര മികവ് പുലർത്താൻ സാധിച്ചില്ല എന്ന് എനിക്ക് തോന്നി. വളരെ നിരാശയോടെയാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ മത്സരത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചത്. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. എല്ലാവരും കൈയടിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നിയ ഒരു സന്ദർഭം ഇവിടെ എഴുതണം. അതാണ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിതയിലെ കാഴ്ച. ചൂടുന്നതില്ലി ചെറുതീയതൊന്നുമേ, ഇടുന്നുമില്ലി മഴയത്തു പോലുമേ. കുമാരനാശാന്റെ കവിതയാണ്. എന്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയാമോ? ആരെ കുറിച്ചാണ്? ചൂടുന്നതില്ലി ചെറുതീയുന്നതൊന്നുമേ, കെടുന്നതുമില്ലി മഴയത്തു പോലുമേ. അപ്പൊ ആരാണ്? കുമാരനാശാന്റെ വരികളിൽ മിന്നാമിനുങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലുള്ള ചെറിയ തീ ആരെയും പൊള്ളിക്കുകയില്ല. അത് മഴ പെയ്താൽ കെട്ടുപോകുകയുമില്ല. മിന്നാമിനുങ്ങിനെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ ആര്? കവി കുമാരനാശാൻ. അതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇതുപോലെ കവിതയിൽ സൂര്യനെ കുറിച്ച് പറയുന്ന വരികൾ കണ്ടെത്തി ചൊല്ലൂ. അതായത് നമ്മുടെ ഉണ്ണിയുടെ വിമാനയാത്ര എന്നുള്ള കവിതയിൽ സൂര്യനെ കുറിച്ച് പറയുന്ന വരികൾ എഴുതാനാണ് പറയുന്നത്. അന്തിക്കു വാനിന്റെ വക്കത്ത് നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ. പാഠഭാഗത്തു നിന്നും നിങ്ങൾക്കറിയാവുന്ന മറ്റു കവിതകളിൽ നിന്നും സമാന പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതൂ.
നമുക്ക് എന്തെഴുതാം? ആകാശത്തൊരു പാൽക്കിണ്ണം, അന്തിക്കെത്തിയ പാൽക്കിണ്ണം. ആരാണ്? അമ്പിളിമാമൻ അല്ലേ? നെക്സ്റ്റ് കാവ്യഭാഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാവ്യഭാഷ. സാധാരണ ഭാഷയും കാവ്യഭാഷയും വ്യത്യസ്തമാണ്. ഇനി ഈ ഉദാഹരണം നോക്കൂ. ചെന്തി ഉടുപ്പിട്ട സൂര്യൻ എന്ന് പറയുന്നത് ആരാണ്? സൂര്യനെ പറയണത് കാവ്യഭാഷയാണ്. സാധാരണമായി നമ്മൾ പറയോ ചെന്തി ഉടുപ്പിട്ട സൂര്യൻ എന്നൊക്കെ? ഇല്ല അല്ലെ? കഠിനമായ ചൂടും വെളിച്ചവുമുള്ള സൂര്യൻ. കവിതയിൽ നിന്നും സമാനമായ കാവ്യഭാഷ പ്രയോഗങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. എന്തൊക്കെ എഴുതാം? നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? പതഞ്ഞു പൊങ്ങുന്ന മുകിൽമാല. എങ്ങനെയാ? അതെന്താ? മേഘക്കൂട്ടം പറന്നു നടക്കുന്നത്. വെളിച്ചത്തിൽ മുട്ടുകൾ വിരിയുന്നു, ഇരുട്ടിൽ ബൾബുകൾ തെളിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യാത്ര പോകാം. ഇനി നമുക്കൊരു യാത്ര പോയാലോ? എവിടേക്കാണ് പോകേണ്ടത്? എന്തെല്ലാമാണ് കാണേണ്ടത്? സംഘമായി ചർച്ച ചെയ്ത് ഒരു സംഘം തിരഞ്ഞെടുക്കുക. യാത്ര പോകുന്ന കാര്യം ഡിജിറ്റൽ പോസ്റ്റർ വഴി എല്ലാവരെയും അറിയിക്കുക. പോസ്റ്റർ ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. യാത്ര കഴിഞ്ഞ് എല്ലാവരും ലഘു യാത്രാ വിവരണം തയ്യാറാക്കുമല്ലോ. ചെറിയൊരു ലഘു യാത്രാ വിവരണമാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും വയനാട്ടിലേക്ക് ഒരു വിനോദയാത്ര പോയി. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് യാത്ര പുറപ്പെട്ടത്. കഴിഞ്ഞ മാസം 20-ാം തീയതി രാവിലെ 6 മണിക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. കോടമഞ്ഞും തണുപ്പും നിറഞ്ഞ വയനാടിന്റെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. വളഞ്ഞു പുളഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്ര വളരെ ആവേശകരമായിരുന്നു. യാത്രക്കിടയിൽ ഞങ്ങൾ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കണ്ടു. മനോഹരമായ പുൽമേടുകളിലൂടെ നടന്നപ്പോൾ മനസ്സിന് വലിയ സന്തോഷം തോന്നി. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. വെള്ളച്ചാട്ടത്തിൽ കളിച്ചതും വെള്ളത്തിൽ കുളിച്ചതും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. വയനാട്ടിലെ ആദിവാസി വിഭാഗക്കാരുടെ ജീവിത രീതികളെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും ഞങ്ങൾ മനസ്സിലാക്കി. യാത്രയുടെ അവസാനം വയനാടൻ കാടുകളിലെ പക്ഷികളുടെ ശബ്ദങ്ങളെല്ലാം കേട്ട് ഞങ്ങൾ തിരികെ യാത്രയായി. യാത്ര നൽകിയ സന്തോഷവും അറിവും എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. ചെറിയൊരു യാത്രാ വിവരണമാണ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു ചെറിയൊരു ലഘു യാത്രാ വിവരണമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ 3rd ചാപ്റ്ററിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ എല്ലാ യൂണിറ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിന്റെ സോഷ്യൽ ആയിക്കോട്ടെ, മലയാളം മീഡിയം കൂട്ടുകാരുടെ സാമൂഹ്യ ശാസ്ത്രം ആയിക്കോട്ടെ, അടിസ്ഥാന ശാസ്ത്രം, എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ലാസ്സുകളെല്ലാം മിസ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയുക. നമ്മൾ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.